മാനേജ്മെന്റ് അക്കൗണ്ടിംഗിലെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പി വി റേഷ്യോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ പി വി റേഷ്യോ 2 വർഷത്തെ സെയിൽസും പ്രോഫിറ്റും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ജസ്റ്റ് നോക്കുന്നത്. ഓക്കെ, പി വി റേഷ്യോ വെൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ ദി 2 periods ആർ ഗിവൺ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് ഇൻടു 100 ആണ്. അതായത് 2 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അതേപോലെ 2 വർഷത്തെ സെയിൽസ് തന്നിട്ടുണ്ടാവും, അതിന്റെയും ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി 2 periods were as follows. ഫസ്റ്റ് പീരീഡ് സെയിൽസ് 20 lakh, പ്രോഫിറ്റ് 2 lakh. സെക്കൻഡ് പീരീഡ് സെയിൽസ് 30 lakh, പ്രോഫിറ്റ് 4 lakh. ഫസ്റ്റ് നമ്മളിവിടെ പി വി റേഷ്യോ കണ്ടെത്തണം ഈ ക്വസ്റ്റ്യനില്. അപ്പൊ പി വി റേഷ്യോ കണ്ടെത്താന് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്? പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് ഇൻടു 100 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ ആദ്യം കൊടുക്കുക. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് ഇൻടു 100 ആണ്. ഇവിടെ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നാമത്തെ വർഷം 2 lakh ആണ്, രണ്ടാമത്തെ വർഷം എത്രയാണ്? 4 lakh ആണ്. അപ്പൊ ചേഞ്ചസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 4 lakhൽ നിന്ന് 2 lakh നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ഇനി ചേഞ്ചസ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷം 30 lakh ആണ്, ഒന്നാമത്തെ വർഷം 20 lakh ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 30 lakh മൈനസ് 20 lakh എന്ന് വരും ഇൻറ്റു 100. ഓക്കെ, അതായത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വരും? 4 lakhൽ നിന്നും 2 lakh കുറക്കുന്നു. അപ്പൊ 2 lakh ഡിവൈഡ് ബൈ 30 lakh നിന്ന് 20 lakh കുറക്കുന്നു, 10 lakh ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 20% എന്ന് നമുക്ക് പി വി റേഷ്യോയുടെ വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഒന്നാമത്തതിന്റെ പി വി റേഷ്യോ എന്ന് പറയുന്നത് കണ്ടെത്തി എത്രയായിരുന്നു? 20% ആണ്. ഇനി രണ്ടാമത് നമുക്ക് കാണേണ്ടത് സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹5 lakh ആണ്. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസൈഡ് പ്രോഫിറ്റ് അറിയാം, പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അറിയില്ല. ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമുക്ക് 2 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് എടുക്കാം. പക്ഷെ കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല. നമ്മൾ പി വി റേഷ്യോ അറിയാമെങ്കിൽ കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ, അതായത് കോൺട്രിബ്യൂഷൻ എങ്ങനെ വരും? സെയിൽസ് നമ്മൾ ഏതെങ്കിലും ഒരു സെയിൽസ് എടുക്കുന്നു, ഒന്നാമത്തെ വർഷത്തെ സെയിൽസ് എടുക്കുന്നു, 20 lakh ആണ് സെയിൽസ് വരുന്നത്, ഇൻറ്റു എന്ത് കാണുന്നു? പി വി റേഷ്യോ എത്രയായിരുന്നു? 20% ആയിരുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷന്റെ വാല്യൂ നമുക്ക് 4 lakh എന്ന് ആൻസർ കിട്ടും. ഓക്കെ, കോൺട്രിബ്യൂഷൻ എത്രയാണ്? 4 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 4 lakh ആണ്. 4 lakh മൈനസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ഏത് സെയിൽസ് ആണ് എടുത്തത് ആ വർഷത്തെ പ്രോഫിറ്റ് തന്നെ ഇവിടെ എടുക്കണം. പ്രോഫിറ്റ് എത്രയാണ്? ഇവിടെ 2 lakh ആണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിന്റെ വാല്യൂ 2 lakh എന്ന് ഫിക്സ്ഡ് കോസ്റ്റിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ കണ്ടെത്തേണ്ട സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 2 lakh ആണ്, പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്? 5 lakh ആണ്. 5 lakh ഡിവൈഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്? 20% ആണ്. അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാല് 7 lakh ഡിവൈഡഡ് ബൈ 20% എന്ന് പറഞ്ഞാൽ 20 into 100 എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ 20 into 100. അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 35 lakh എന്ന് ആൻസർ കിട്ടും സെയിൽസിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് ഇൻടു 100 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്.